ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആര്യ സിബിൻ മാരേജ് അവറായി ഗൈസ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ച് വിവാദങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ആൾക്കാർക്ക് ആര്യ സിബിനും കല്യാണം കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ആര്യയുടെയും സിബിൻ്റെയും മോന്ത കാണുന്ന വീഡിയോസ് കാണുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി കമൻറ്റ് ചെയ്യും, ഓനെ വിശ്വസിക്കരുത്, അല്ലെങ്കിൽ ഓനെ വിശ്വസിക്കാം പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും സിബിനെതിരാണ് തോന്നണം. ആര്യ വളരെ സക്സസ്ഫുള്ളായി കഷ്ടപ്പെട്ട് വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ലേഡിയാണെന്ന് സിബിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നും സിബിൻ ആര്യയുടെ കാശ് കണ്ടിട്ടാണ് ആര്യനെ കെട്ടാൻ ശ്രമിക്കുന്നതും എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ന് തോന്നുന്ന പ്രൊഫൈലുകളിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലുകളുടെയും ഒക്കെ താഴെ ആര്യയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ താഴെ വന്ന് ഇറക്കുന്നുണ്ട്. ധന്യമായിട്ടുള്ള ഇൻ്റർവ്യൂലല്ലേ ആര്യയുടെ ഇൻ്റർവ്യൂ. അപ്പോൾ ആര് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, സെബിൻ പ്രപ്പോസ് ചെയ്തു. അതേപോലെ ആര്യയുടെ മകൾ ഖുഷിക്ക് സിബിനെ, അതായത് അവർ ഭയങ്കര ഫ്രണ്ട്സാണ്. അതേപോലെ സിബിൻ്റെ ക്യാരക്ടർ അടിപൊളിയാണ്. അതേപോലെ അങ്ങനെയുള്ള രണ്ടുപേരും അവരുടേതായ കുട്ടികളെ വളർത്തിയിട്ടുള്ള എക്സ്പീരിയൻസുള്ള ആളുകളാണല്ലോ. അപ്പോൾ അവർ ജീവിതം അത്യാവശ്യം കണ്ടിട്ടുള്ള ടീംസാണ്. അപ്പോൾ അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവർ എല്ലാവരും വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങൾ കല്യാണം ഈ വർഷം തന്നെ ഉണ്ടാവും, ചിങ്ങമാസത്തിലുണ്ടാവും എന്നൊക്കെ ആര്യ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ട്. വളരെ എക്സൈറ്റഡ്, വളരെ സന്തോഷത്തോടുകൂടി പറയുന്നുണ്ട്. അതിൻ്റെ താഴെ വന്നിട്ട് സിബിനെ വിശ്വസിക്കരുത്, ഓൻ ഫ്രോഡാണ് എന്നൊക്കെയാണ് പലരും കമൻറ്റ് ചെയ്തത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കാം ഗൈസ്. ഒന്നാമത്തെ കാര്യം, ഈ രണ്ടുപേരും ഡിവോഴ്സ്ഡാണ്, ആര്യ സിബിനും അല്ലേ. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള സംഗതിയാണ്. ഇപ്പോൾ എന്നാണ് എൻ്റെ അഭിപ്രായം, ഇപ്പോൾ പലരും ഇത് തോന്നും കല്യാണം എന്ന് പറയുന്നത് ഒരുപാട് ആലോചിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയതിനു ശേഷം വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാണ്ടിരിക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കമൻറ്റുകൾ ഇവിടൊക്കെ വന്നിങ്ങനെയൊക്കെ ഉണ്ട്. എനിക്കെന്ത് ഈ മലയാളികളുടെ ഒരു കാര്യം, ഒരുത്തൻ പെണ്ണ് കാണാൻ വന്നിട്ട് അവന് ചായയും കാപ്പിയും കൊണ്ടേ കൊടുത്ത് 10 ദിവസം വർത്താനം പറയുകയും ചെയ്തു. ഓനെ കെട്ടറെ കൊണ്ട് ഇവർക്ക് കുഴപ്പമില്ല അല്ലേ. കുറേ കാലം അടുത്ത സുഹൃത്തുക്കളായിരുന്ന രണ്ടുപേർ കല്യാണം കഴിക്കുന്നതാണ് അവർക്ക് പ്രശ്നം തോന്നുന്നത്. എന്താപ്പത്, ഇതാണോ പ്രശ്നം? അതൊക്കെ തോന്നണത് സ്വന്തം ലൈഫ് മുഞ്ചിതാവസ്ഥയിൽ ഇരിക്കുന്ന ആളുകൾ പറയണോ, മോളെ നമ്മുടെ ലൈഫ് എങ്ങനെയും എൻ്റെ ലൈഫിൽ ഈ ശ്രദ്ധിക്കണം, അങ്ങനെയാണോ? അത് സിബിൻ പലരും പറയുന്ന സാധനമാണ്, സിബിൻ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള സിബിൻ്റെ മോനെ നോക്കണില്ല, അങ്ങനെ ഒരുത്തനാണ് ഞാൻ ആര്യയുടെ മോളെ നോക്കാൻ പോണത്, ഓനെ വിശ്വസിക്കാൻ പറ്റൂല. വേറെ ചിലർ പറയണത് ഇങ്ങനെയാണ്. അല്ല, അപ്പോൾ ഇതിന് മറുപടി ആയിട്ട് ഓൻ പറയണത് 4 ദിവസം മുമ്പ് മോൻ്റെ കൂടെ ആയിരുന്നു, ബാംഗ്ലൂരിലല്ലേ, ബാംഗ്ലൂർ. അപ്പോൾ എങ്ങനെയാണ്? അതേപോലെ ആര്യയുടെ കുട്ടിയായിട്ട് നല്ല കമ്പനിയാണെന്ന് ആര്യ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അറിയാം, നല്ലൊരു ലിസണറാണ് ആര്യയുടെ മകൾ എന്നൊക്കെ പറയും. എനിക്ക് തോന്നുന്നത് ഇവർ വളരെ ഓപ്പണായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, വളരെ ട്രാൻസ്പെറൻ്റായ കമ്മ്യൂണിക്കേഷൻ ഇവർ മക്കളായിട്ടുണ്ടെന്നല്ല, അവർ അങ്ങനെ അവരുടെ പാർട്ട്നേഴ്സുമായിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ആര്യയുടെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, നല്ല ടേംസിലാണ്. അതായത് അമ്മ മാത്രമല്ല അച്ഛനും ആ കുട്ടിയുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരങ്ങനെ കുട്ടീനെ കുറിച്ചിട്ട് കുട്ടി എങ്ങനെ വളർത്തണം, ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ന് പറയും. എനിക്കത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവരുടെ ജീവിതം എന്ന് അവരുടെ വർത്താനത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് പലർക്കും അങ്ങനെ തോന്നുന്നത്, അത്യാവശ്യം എക്സ്പോഷർ ഉള്ള ഒരാൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് എക്സ്പോഷർ ഇല്ല എന്നാണ് ഇല്ലാട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നേണ്ടതാണ്, തോന്നും. സിബിൻ അതുപോലെ സിബിൻ്റെ വൈഫായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ലയെന്നും അത് അങ്ങനെ പ്രശ്നങ്ങളുണ്ടായത് വേറെ കുറേ എക്സ്റ്റേണലായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടാണെന്നും ഒക്കെയുള്ള ഒരു സാധനം. ഇപ്പോൾ ബിഗ് ബോസ് എന്ന് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിലുള്ള സമയത്ത് അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടായില്ല. ബിഗ് ബോസ് ഇറങ്ങിയപ്പോഴും ഒക്കെ ഹാപ്പി. ഇവിടെ ഇപ്പോൾ സിബിൻ്റെ മോൻ്റെ കൂടെയല്ല, അമ്മയുടെ കൂടെയാണ് മകൻ ഓട്ടിസ്റ്റിക് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഓളുടെ എന്നുള്ള വരുന്നത് ആര്യ ബഡായിയുടെ മകൾ ആര്യയുടെ കൂടെ തന്നെയാണ്. അപ്പോൾ ഇവർ കല്യാണം കഴിക്കാൻ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്യുന്ന ഒരവസ്ഥയിലാണ് കേസ്. അപ്പോൾ അതിൽ ആര്യ പറയുന്നുണ്ട്, സിബിനാണ് മകളോട് ചോദിച്ചത് മമ്മീനെ കല്യാണം കഴിച്ചോട്ടെ, അങ്ങനെ ഡയറക്ടറിനെ ചോദിച്ചിട്ടുണ്ടാവും. എന്തായാലും മകൾക്ക് ഭയങ്കര ഹാപ്പിയാണ്, മകൾ വളരെ ഹാപ്പിയാണ് ഈ തീരുമാനത്തിൽ എന്നാണ് പറയുന്നത്. അതായത് ആര്യനെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് സിബിൻ ഐ ലവ് യു മൈ ഡിയർ ഗൈസ്
കൻ ഐ മാരി യു, മേ ഐ മാരി യു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആര് യെസ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു ലൗഡ് യെസ് മകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷീ സോ ഹാപ്പി, വെരി ഹാപ്പി. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത്, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ആൾക്കാർക്ക് കുരു പൊട്ടണ എന്തിനാ? ഓരടുത്ത സുഹൃത്തുക്കളാണ്, കുറേ കാലമായിട്ട് അവർക്ക് പരിചയമുണ്ട്. നിങ്ങൾക്ക് സിബിന് ഇഷ്ടമുണ്ടോ ഇല്ലയെന്നൊന്നും ഇവിടുത്തെ വിഷയമല്ല. ആര് സിബിന് വർഷങ്ങളായിട്ട് പരിചയമുള്ളവരാ, അവർ കല്യാണം കഴിച്ച എന്താ പ്രശ്നം? അത് നല്ല സുഹൃത്തുക്കൾക്ക് നല്ല ഭാര്യയും ഭർത്താവാൻ പറ്റൂലേ? എന്താ ഉദ്ദേശിക്കുന്നത്? ചില ആളുകൾ ചിന്ത ഉണ്ടായിരിക്കും, ഒരുത്തിനോട് റൊമാൻറ്റിക് വൈബ് തോന്നിയിട്ട് അങ്ങനെ റൊമാൻറ്റിക് വൈബിലാണ് കല്യാണം കഴിക്കുകയെന്ന്. ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കണത്? ഏത് കാലഘട്ടത്തിൽ ജീവിക്കണം? ഈ റൊമാൻറ്റിക് വൈബ് എല്ലാ കാലത്തൊക്കെ ഉണ്ടാവണമെന്നുണ്ടാവും. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഒരുമിച്ച് ജീവിക്കുമ്പോൾ വേറെ കുറേ കാര്യങ്ങളുണ്ടാവില്ലേ? അപ്പോൾ ഈ റൊമാൻറ്റിക് വൈബ് അതേപോലെ നിൽക്കണമെന്നുണ്ടോ? ഈ റൊമാൻറ്റിക് വൈബ് കെട്ടിയുള്ള ആളുകളുടെ അവസ്ഥ എന്താ? ഡിവോഴ്സ് റേറ്റ് ഏറ്റവും കൂടുതലുള്ളത് ലവ് മാരേജുകളിലാണ്. ലവ് മാരേജ് പറഞ്ഞാൽ റൊമാൻറ്റിക് വൈബ് അതും ഇതൊക്കെ വെച്ചിറക്കണ കുറേ അഗ്ഗുള്ള കുറേ സാധനങ്ങളില്ലേ? എൻ്റെ ചേട്ടായി, കാന്താരി മണി, തീട്ടായി. സുഹൃത്തുക്കൾ തമ്മിലുള്ള കല്യാണത്തിൻ്റെ കുറച്ച് പ്ലസ് പോയിൻറ്റ്സ്, ഗുണങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു 3 കേട്ടോ നമ്മൾ നോക്കിയതിൻ്റെ. ഒന്നാമത്തെ ഡീപ്പായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. അതായത് ഇവർക്ക് ഒരാളുടെ പ്ലസ് പോയിൻറ്റ്സ്, വീക്ക്നെസ്, അതേപോലെ വിരഭാഗതകൾ, എവിടെയാണ് മിസ്റ്റേക്ക് വയ്ക്കിയത്, പാസ്റ്റ് എക്സ്പീരിയൻസസ്, പാസ്റ്റ് റിലേഷൻഷിപ്സ്, ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവും, എന്താണ് വേണ്ടത് എന്നൊക്കെ. അപ്പോൾ ഒരു ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്ന നല്ല സാധ്യത. അതായത് ഹായ് ബഡേ ഈ ഒരു രീതിയിലുള്ള ഒരു സംഗതി ആവാനുള്ള സാധ്യത. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു രസമുണ്ടായിരിക്കും. അതായത് എന്തും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇവർ ചെറുപ്പം അല്ലെങ്കിൽ കുറേ കാലമായിട്ട് അറിയുന്നതായിരിക്കുമല്ലോ, നല്ല സുഹൃത്തുക്കളായിരിക്കുമല്ലോ. അപ്പോൾ പലരും പറയുന്നുണ്ട് ഇവർ തമ്മിലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള സംഗതി ഉണ്ടാവില്ല, എല്ലാം ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റൊമാൻറ്റിക് വൈബ് ഉണ്ടാവില്ല എന്ന്. ഇവർ 2 പേരും ഓരോ കുട്ടി വീതമുള്ള ടീംസാണ്. അപ്പോൾ ഇവർ കുഞ്ഞു പിള്ളേരല്ല, ആദ്യമായിട്ട് കല്യാണം കഴിക്കണവരില്ല. നമ്മൾ ലൈഫ് കല്യാണം കഴിച്ചിട്ട് കുറച്ച് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ച ആളുകൾ പറയുന്നുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പലരും പറയുന്നുണ്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് ലൈഫിൽ വേണ്ടുന്ന. അതുണ്ടെങ്കിൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീർന്നു, ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. പ്രാക്ടിക്കൽ ലൈഫിൽ അതല്ലേ വേണ്ടത്. പിന്നെ ഇവർക്കൊക്കെ ഒരു കുട്ടീനെ നോക്കണം, ഇവരെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവസാനം നല്ല രീതിയിൽ ട്രസ്റ്റ് ഉണ്ടായിരിക്കും, പരസ്പരം വിശ്വാസം ഉണ്ടായിരിക്കും. അപ്പോൾ ആര് പറയുന്നുണ്ട് ഗോസിപ്പ് അടക്കം സിബിനോടാണ് പറയൽ. ഒരു ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കണ പോലെ സിബിനോട് സംസാരിക്കണം. അത്രയും വിശ്വാസമാണ്. പിന്നെ അത്രയും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പിന്നെ ലോയലായിരിക്കും. ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ ഓടിയെത്തുണ്ടായിരിക്കും. അത് ഓൾറെഡി ഇവർ ഓടിയെത്താവുന്ന ഒരവസ്ഥയിൽ തന്നെ ആയിരിക്കും. മാനസികമായിട്ടൊരു ഐക്യം ഉണ്ടായിരിക്കും. അതൊക്കെ ഗുണമാണ്. പിന്നെ 2 പേർക്കും കോമൺ ആയിട്ടുള്ള ഷെയർഡായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ 2 പേരും കൂടി, ഇപ്പോൾ സിബിൻ്റെ അങ്ങനെ എക്സ് വൈഫ് വന്ന സമയത്ത് അല്ലേ, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അന്ന് ഉണ്ടാക്കിയ സമയത്ത് ആരും അവനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അല്ല, ആർക്കൊരു പ്രശ്നം വന്ന സമയത്ത്, ആരുടെ റിലേഷൻഷിപ്പിൽ ഒരു വിഷയം ഉണ്ടായ സമയത്ത് സിബിനെ സപ്പോർട്ട് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു അതേപോലെ ഇവർ 2 പേരും കൂടി ആ സംഗതി ഉണ്ടല്ലോ, എന്താണ് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്, അങ്ങനെ ഒരു എൻ്റർപ്രൈസ് ഇല്ലേ. അപ്പോൾ അതിൽ അവർ പാർട്ട്നേഴ്സ് എന്ന ലെവലിലാണ്. പാർട്ട്നേഴ്സ് അല്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അവർ ഒരുമിച്ച് അങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ഒരുമിച്ച് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. അവരെ കരിയർ പാതയിലൊക്കെ 2 പേരും പലപ്പോഴും ഒരുമിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഷെയർഡായിട്ടുള്ള കുറേ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടാവും. ഇത് അടിപൊളിയായിരിക്കും. നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ ആൾക്കാർ നമ്മൾ ഇൻറ്റിമസി കൂട്ടാനുള്ള അണ്ടർസ്റ്റാൻഡിങ് കൂട്ടാനുള്ള എളുപ്പവഴികളൊന്നും ഒരുമിച്ച് കുക്ക് ചെയ്യുക എന്നുള്ള പോലെയൊക്കെ സംഗതി തോന്നുന്നു. ഒരുമിച്ച് കുക്ക് ചെയ്യുക, ഒരുമിച്ച് യാത്ര ചെയ്യുക, പറ്റുകയാണെങ്കിൽ കുറച്ച് കാലം ലിവിങ് ടുഗദർ ആവുക. അപ്പം നമ്മൾ അപ്പുറത്തുള്ള ആളുടെ എത്രത്തോളം ബോറാണെന്ന് നമുക്ക് മനസ്സിലാവും. അയാളെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതേപോലെ അവരൊരു ബേസിക് ലൈഫ് എങ്ങനെയെന്നൊക്കെ ധാരണ വയ്ക്കും. മറ്റേത് നമ്മൾ എന്തെങ്കിലും ഒരു എങ്ങനെ കണ്ണു വിചാരിക്കില്ല, അവരെ കണ്ണു വിചാരിക്കും. അപ്പോൾ നമ്മൾ കുറേ ഫേക്കായിട്ടും അല്ലെങ്കിൽ കുറേ മേക്കപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടായിരിക്കും. ഇതെന്താ വെച്ചാൽ റിയൽ ആയിട്ടുള്ള ഒരു വൈബ് മനസ്സിലാവും. എങ്ങനെ സംസാരിക്കും, എന്തൊക്കെ റിയൽ സംഗതി. പലപ്പോഴും നമ്മുടെ ശരിക്കുള്ള സ്വഭാവം മറച്ചു വെച്ചിട്ടല്ലേ ആളുകളുടെ അടുത്ത് പെരുമാറുക. പലരും അങ്ങനെയാണ്, പലരും. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഫേക്ക് വേൾഡ് അല്ലാണ്ട് റിയൽ ആയിട്ടുള്ള വൈബ് പിടികിട്ടും. അപ്പോൾ ഇവർ ഫ്രണ്ട്സില്ലേ, ഇവർക്കറിയാം, കുറച്ച് കാലമായിട്ട് ഇവർ ഒരുമിച്ചിട്ടല്ലോ. പിന്നെ അടുത്ത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും പരസ്പരം. പിന്നെ ഫെമിലിയർ ആയിരിക്കും എന്ന് വെച്ചാൽ ആളെ അറിയാം, കൃത്യമായിട്ട് അറിയാം. പലരുടെയും അവസ്ഥ എന്ന് വെച്ചാൽ ഫെമിലിയറിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നായിരിക്കും. നന്നായിട്ട് ഒരാളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളോട് വലിയ താല്പര്യം ഉണ്ടാവില്ല എന്നൊക്കെ, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അട്രാക്ഷൻ ഉണ്ടാവില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ. നല്ലൊരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കാർ തമ്മിൽ ഒരു ഫെമിലിയർ ആയിട്ടും ഒരു ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും തോന്നുന്നു. അപ്പോൾ ഇവർ 2 പേരും പരസ്പരം നല്ല കംഫർട്ടബിളാണ്. അവർക്ക് ഒരുമിച്ച് തമാശകൾ പറയാനും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യാനൊക്കെ ഇവരോട് സാധിക്കാനും ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. ഓക്കെ. പിന്നെ 2 പേരും അത്യാവശ്യം കരിയറിലൊക്കെ നല്ല ഫോക്കസ് ചെയ്യുന്ന ടീംസാണ്. അപ്പോൾ അവർക്ക് ഇത് മാത്രമായിട്ട് ഇങ്ങനെ പോവല്ലല്ലോ പരിപാടി.
കെട്ടട്ടെ എന്ന്. പിന്നെ ഡ്രാമ വളരെ കുറവായിരിക്കും. എന്താ ഡ്രാമ വളരെ കുറവാണ്? ചിലവരില്ലേ, ഹലോ മൈ ഡിയർ ശങ്കരമണി, ഹലോ മൈ കലിപ്പൻ സേട്ടൻ, ഹലോ ഗൈ മൈ സ്വീറ്റ് ഹാർട്ട്. ഈ പരിപാടി പറഞ്ഞിട്ട് നല്ല ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ കാട്ടിക്കൂട്ടാൻ വേണ്ടി കോപ്രായം കാണിക്കാൻ വേണ്ടി ഇവരൊന്നും ചെയ്യില്ല. ഇപ്പോൾ സിബിനോട് ഈ ദേഷ്യം, സിബിനോട് വലിയ താല്പര്യമില്ലാത്ത ആൾ പറഞ്ഞു കാട്ടിക്കൂട്ടലാണോ, എന്തൊക്കെ കാട്ടിക്കൂട്ടണം, അങ്ങനെ അവനെ റിങ് വെച്ച് പ്രൊപ്പോസ് ചെയ്യുന്നത് കണ്ടില്ല, എന്താവും അങ്ങനെ, അത് ആ കഥകളൊക്കെ കേട്ടിട്ട് എന്തിനും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്, കാട്ടിക്കൂട്ടലാണ്, ഫേക്കാണ്. ഇങ്ങനെ ഫേക്കാണെന്ന് തോന്നണ ഈ ആളെ ഇവർ കുറേ കാലം ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നില്ലേ, നല്ല ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനും ഇവരുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. പുറത്തുനിന്നാണോ അവർക്കത് ഫേക്കാണ്, നിങ്ങൾക്കറിയാം അവരുടെ ലൈഫ് എന്താണെന്ന്, നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്താ അവസ്ഥ വെച്ചാൽ അവർക്ക് പരസ്പരം അറിയാം, അവർ പരസ്പരം ഡ്രാമ കാണിക്കണ്ടാവില്ലായിരിക്കും. അപ്പോൾ അവർ കെട്ടല്ലേന്ന് ഡ്രാമ ഉണ്ടെങ്കിൽ പ്രശ്നം എന്താ അറിയും, വേറെ കുറേ വിഷയം ഉണ്ടാവും, കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ പേരൊക്കെ എടുത്ത് പറഞ്ഞ പ്രശ്നം. എന്നാലും മറ്റേ ബിഗ് ബോസ് ഉണ്ടായിരുന്ന വ്യക്തിയില്ലേ, അവരിപ്പോൾ ഡിവോഴ്സ്ഡ് ആയി. ഇതിനിടയ്ക്ക് എന്തൊക്കെ ബിഗ് ബോസ് കാണിച്ചായിരുന്നു ചേട്ടോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെ ഇരുന്നു കൊണ്ട് വന്നപ്പോഴേക്കും അപ്സര അല്ലേ എന്തായി ഇപ്പോൾ ഡിവോഴ്സ്ഡായി. അത് ഇതുകൊണ്ടാണെന്നല്ല, എനിക്കത് വളരെ ഡ്രമാറ്റിക്കായിട്ട് തോന്നിയത്. ഓക്കെ, അപ്പോൾ ഇതിൽ അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ടായിരിക്കും. ഫ്രണ്ടിനെ കെട്ടുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അത്യാവശ്യം എന്താ വെച്ചാൽ ഒരു ബാഡ് റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകൾ പിന്നീട് റിലേഷൻഷിപ്പിൽ മാരേജിൽ കിടക്കുമ്പോൾ അവർ ഫ്രണ്ട്സിനെ കെട്ടുന്നത് തന്നെയാണ് നല്ലത് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ നമ്മൾ പുറത്തുനിന്നൊക്കെ നോക്കിക്കാണുമ്പോൾ അവർക്ക് റൊമാൻറ്റിക് വൈബ് ഉണ്ടാവില്ലായിരിക്കും, അവരുടെ അങ്ങനെയൊക്കെ പലർക്കും തോന്നുന്നുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒരു അത്യാവശ്യം എന്താ പറയുക, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നുള്ള റിലേഷൻഷിപ്പിൽ കുറേ ട്രോമയൊക്കെ അനുഭവിച്ചു വന്ന ടീംസിന് പിന്നെ അത് സെൽഫ് കെയറും ഒക്കെ ആയിട്ടൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ വന്ന സമയത്ത് ഫ്രണ്ട്സിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൈഫ് സ്മൂത്താവും, ഈസി ആയിരിക്കും തോന്നുന്നു. അതായത് അവരുടെ ബിസിനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ചർച്ച ചെയ്യണമെങ്കിൽ, പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ, കുട്ടികളെ വളർത്തുന്നതായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ, പാരൻസിൻ്റെ കാര്യമാണെങ്കിൽ, യാത്രകൾ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു ഇവർക്ക് ഓപ്പണായി ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കാരണം നല്ല സുഹൃത്തുക്കളായിരുന്നല്ലോ. പിന്നെ ചിലവരെന്താ വെച്ചാൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് അല്ല ഉണ്ടാവുക, അത് വേറൊരു വേൾഡാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാണ് ഓവറായിട്ട് തന്നെ കാട് കയറി ആലോചിക്കുന്നത്? ഈ സംഭവത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിലാവുക, റിലേഷൻഷിപ്പ് പൊട്ടിപ്പോൾ അടുത്ത റിലേഷൻഷിപ്പിൽ പോകുക എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കോമൺ ആണ്. ഇതിനെന്തിനാണ് വല്ലാണ്ട് ഐഡലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അഥവാ അങ്ങനെ പൊട്ടിപ്പോവാണെങ്കിൽ അവർക്കറിയാതെ എന്ത് ചെയ്യാന്ന്. ചിലപ്പോൾ അവർ ഡിവോഴ്സ്ഡ് ആയാലും എന്തപ്പോൾ പ്രശ്നം എന്താണ്, എന്തിനും ഓവറായിട്ട് ഇങ്ങനെ ഉപദേശിക്കാൻ നിൽക്കുന്നത്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന സമയം നെഗറ്റീവായി കമൻറ്റ് ചെയ്യും, അവനെ വിശ്വസിക്കുന്ന പറയുമ്പോൾ ആ എന്തെങ്കിലും ആരെയും വിശ്വസിക്കരുത് എന്നാരും പറയാത്തത്. സിബിനോട് വേറെ എന്തെങ്കിലും ദേഷ്യമുള്ളവരൊക്കെ ഒന്ന് ഇനി ജാസ്മിൻ ജാഫറിൻ്റെ ടീംസാണ് നിങ്ങൾ, സിബിന് ഇഷ്ടമല്ലാണ്ട് സിബിനെതിരെ ഇങ്ങനെ കമൻറ്റ് ഇടുന്നതാണ്. എനിക്ക് അങ്ങനെ ഒരു ഡൗട്ടുണ്ട്, അങ്ങനെ ടീംസാണെന്ന്. ഞാൻ പറഞ്ഞത് നിങ്ങൾ വല്ലാണ്ട് ഇതായിട്ട് എടുക്കരുത്, ഞാൻ തഗ്ഗായിട്ട് പറഞ്ഞു അത്ര സംബന്ധിച്ച് അതെന്തോ ആര്യനെ വിശ്വസിക്കരുത് എന്നാരും പറയാത്തത്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ആര്യ അവിടുത്തെ ഒരു ഇരയായില്ലേ, ട്രോമയുടെ ഇര. സിബിൻ എന്ന് പറയുന്നത് സിബിനാരാ? അപ്പോൾ എല്ലാവരും സിബിൻ്റെ മണ്ടയ്ക്കണ്ട് കയറിച്ചിട്ട്, അതോ സിബിൻ്റെ ഫസ്റ്റ് വൈഫ് വന്നിട്ട് കുട്ടീനെ നോക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിൻ്റെ വീണ് പോയാൽ എന്തായാലും സംഭവത്രേ ഉള്ളൂ. ആരും പെർഫെക്റ്റ് ഒന്നുമല്ല, എല്ലാവർക്കും അവരുടേതായ വീക്ക് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് വരും. ഫാമിലി മാരേജ് എന്ന് പറയുന്നത് ഒരു കമ്പാനിയൻഷിപ്പ് അല്ലേ. ഒരാൾക്കൊരു പാർട്ട്ണർ വേണമെന്ന് പറയുമ്പോൾ അയാൾക്കൊരു കമ്പനിയാണ് വേണ്ടത്, അല്ല ഒരു ഫ്രണ്ടിനെയാണ് വേണ്ടത്. അവർക്കൊന്ന് എന്തും കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരാളെയാണ് വേണ്ടത്. അങ്ങനെയുള്ള ഒരാളെയൊക്കെ പരസ്പരം കണ്ടുപിടിച്ചു അവർക്ക് അങ്ങനെ ഓക്കെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് ഇതിൽ കുരുപൊട്ടിണ്ടെങ്കിൽ അവിടെ ഇരുന്നോളി, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യുക അല്ലേ. ഓരോ ആപ്പായിട്ട് ജീവിക്കട്ടെ. അവരുടെ ഇടയിൽ എന്തെങ്കിലും അടിപിടിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർ തീർത്തോളും, അല്ലെങ്കിൽ അവർ എങ്ങനെ തീർക്കാമെന്ന് അവർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, അവർക്കത് ഡീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. കുഞ്ഞുകുട്ടികളെന്നല്ലല്ലോ, അവർക്ക് അവരുടേതായ കരിയറുണ്ട്. വെറുതെ വീട്ടിലിരിക്കണവരല്ല, അവർക്ക് അത്യാവശ്യം കരിയറുണ്ട്, ജീവിതാനുഭവങ്ങളുണ്ട്, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. അവർ അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ടുള്ള ടീംസാണ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ചെയ്തോളും. നമ്മൾ വല്ലാണ്ട് ബേജാറടിക്കേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്രയുള്ളൂ. സെബിൻ്റെയും ആര്യയുടെയും കല്യാണം അടിപൊളിയാവട്ടെ.